നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 23 വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ആയില്യമാണ്. രാത്രി 7:30 മണിയോടുകൂടി മകം നക്ഷത്രമാകും. അപ്പോൾ ചന്ദ്രൻ കർക്കിടക രാശിയിലും രാത്രിക്ക് ശേഷം, അതായത് 7:00-7:30 ശേഷം അത് ചിങ്ങം രാശിയിലും സഞ്ചരിക്കും. ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ പകൽ മുഴുവൻ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ മാതാവിനുമൊത്ത് നല്ല ചില അനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കുന്ന ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. മാത്രമല്ല, മാതൃകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മൂല കുടുംബത്തിൽ നിന്നോ എന്നിവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹകരണമോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വാർത്ത കേൾക്കാം. തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് അമ്മയും അതുപോലെ സഹോദരന്മാരുമൊത്ത്, അമ്മയുടെ ബന്ധുക്കളുമൊത്തൊക്കെ പോയി ക്ഷേത്ര ദർശനം നടത്താനുള്ള സാധ്യതയും കാണുന്നു. ഇന്നത്തെ ദിവസം ഇവർക്ക് പൊതുവെ സാമ്പത്തികമായ നേട്ടവും മനസ്സിന് സന്തോഷവും നൽകുന്ന അവസരങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ മാതാവിന് രാത്രിയോടുകൂടി ശാരീരികമായി ചെറിയ അവശത വരാനുള്ള സാധ്യത കാണുന്നു. ഇടവം രാശി, ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ലും രാത്രി 4-ലുമാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 3-ൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഇവർക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങളാണ് കാഴ്ചവെക്കുക. പ്രത്യേകിച്ചും ബന്ധുമിത്രാദികളിൽ നിന്ന് നല്ല സഹവാസം, അതുപോലെ സഹോദരന്മാരിൽ നിന്ന് സാമ്പത്തിക സഹായമോ മറ്റു ഗുണമോ ഉണ്ടാകുന്നു. സഹോദരന്മാരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ പോസിറ്റീവായി കൈക്കൊള്ളാനോ സാധിക്കുന്ന ദിവസമാണെന്ന്. പെട്ടെന്ന് നടക്കുന്ന ചില തീരുമാനങ്ങൾ അവരുടെ കർമ്മമേഖലയിൽ വളരെ ഗുണം ചെയ്യുമെന്നും കാണുന്നു. ചില ഹ്രസ്വയാത്രകൾ അവർക്ക് സാമ്പത്തികമായ നേട്ടവും ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതുമായി മാറാൻ സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ബന്ധുമിത്രാദികളുമൊത്ത് നല്ല രീതിയിൽ സമയം ചിലവഴിക്കാനുമുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഇടവം രാശിക്കാർക്ക് കാണുന്നു. മിഥുനം രാശി, മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിക്ക് ശേഷം ആണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ പകൽ അധ്വാനത്തിൻ്റെ ഗുണമൊക്കെ കിട്ടുക ഇന്ന് വൈകുന്നേരത്തിന് ശേഷമായിരിക്കും. സാമ്പത്തിക നേട്ടവും യാത്രാ ഗുണവുമൊക്കെ പകൽ കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന അവസരമാണ് കാണിക്കുന്നത്. ശാരീരികമായ അവശതയും ക്ഷീണവുമൊക്കെ ഉണ്ടാകുമെങ്കിലും രാത്രി ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങാനും സാധിക്കും. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം പകൽ അത്ര ഗുണകരമല്ലെങ്കിലും വൈകുന്നേരത്തിന് ശേഷം അവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. കർക്കിടകം രാശി, പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. ഇന്നത്തെ ദിവസം പകൽ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം തോന്നുന്ന അനുഭവങ്ങളുമാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവുക. ഇന്ന് ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്കും വലിയ വിജയം കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവരെ കൂടുതലായി ഉൾച്ചേർക്കാൻ ഇന്നിവർക്ക് സാധിക്കുന്നതാണ്. ഭാവിയിലുള്ള പല പ്രവർത്തനങ്ങളിലും ഇവരെ ചേർക്കുവാനായിട്ട് ഇതിനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഭാവിയിൽ ഗുണം കിട്ടുന്ന അനുഭവങ്ങളുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ചിങ്ങം രാശി, ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പകൽ സാമ്പത്തികമായി അധിക ചിലവ് കാണുന്നൊരു ദിവസമാണ്. യാത്രയും ചിലപ്പോൾ വളരെ നീണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം അതിൻ്റെ ഫലം കാണണമെന്നില്ല. എന്നാൽ പൊതുവെ സായാഹ്നത്തിന് ശേഷം ഇവരുടെ കാര്യങ്ങളിൽ ചില അയവുണ്ടാകുന്നതാണ്. മാനസികമായി സമാധാനം ലഭിക്കുന്നു, സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന പണം സമയത്ത് കിട്ടാതെ ഒരുപക്ഷെ സായാഹ്നത്തിന് ശേഷം രാത്രിയോട് അടുപ്പിച്ചായിരിക്കും ഇവർക്ക് കിട്ടുക. അതുകൊണ്ട് കാര്യങ്ങൾ ജസ്റ്റ് താമസിച്ച് നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ, അല്പം വൈകുന്നു എന്നുള്ളതല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ബന്ധുമിത്രാദികളുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം അവർക്ക് കാണുന്നു. കന്നിരാശി, കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല നേട്ടമുള്ള ദിവസമാണ്. പ്രത്യേകിച്ചും അധിക ചെലവൊന്നും ഇല്ലാതെ തന്നെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ സാമ്പത്തികമായി ഇവരുടെ കൈകളിൽ ഭദ്രമാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പ്രവർത്തനങ്ങളിലും ഇവർക്ക് വലിയ വിജയം, മനസ്സന്തോഷം, തൊടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വിജയത്തിലെത്തുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി പകൽ ചെലവഴിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചില കർമ്മങ്ങൾ വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മനസ്സിന് നല്ല ആനന്ദം തോന്നുന്ന ദിവസമാണിന്ന്.
ഒരുപക്ഷേ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രണയത്തിൽ തങ്ങളുടെ മനസ്സേതെങ്കിലും തരത്തിൽ ഒരാളുമായി പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നല്ല രീതിയിൽ ഇന്ന് ഇടപഴകാൻ സാധിക്കുകയോ ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പൊതുവെ മനസ്സിനും ശരീരത്തിനും ആനന്ദം ലഭിക്കുന്ന ദിവസമാണ്. തുലാം രാശി. ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരം തന്നെയാണ്. കർമ്മമേഖലയിൽ കൂടുതൽ നന്നായി ഇവർക്കിന്ന് ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. അന്നുവരെ കാണാത്തൊരാത്മാർത്ഥതയും കാര്യങ്ങളിൽ കൂടുതൽ വിജയപ്രാപ്തിയിലെത്തുന്ന തരത്തിലുള്ള ചില ശുഷ്കാന്തിയും എന്നിവർ തങ്ങളുടെ ജോലി മേഖലയിൽ പ്രവർത്തിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുമായി ഇടപഴകുന്ന കാര്യത്തിലും ഇന്ന് വളരെയധികം മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. യാത്ര വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസം സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ളൊരു അവസരം കാണുന്നുണ്ട്. ഏറ്റവും നല്ല അനുഭവങ്ങളാണ് ഇന്ന് പ്രവർത്തന മേഖലയിലും സാമ്പത്തികമായി ഇവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഉണ്ടാവുക. പൊതുവെ ഗുണകരമാണ് ഇന്നത്തെ രാത്രിയും പകലും. വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. പകൽ അത്ര ഗുണകരമല്ലെങ്കിലും രാത്രി വളരെ ഗുണകരമായിട്ട് കാണുന്നു. പകൽ പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ മറ്റോ ഉണ്ടാകാം. അത് തങ്ങളുടെ കർമ്മ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില തടസ്സങ്ങൾക്ക് കാരണമായേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായോ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ അതൊന്നും വളരെ മാരക കാര്യങ്ങളല്ല. കാരണം ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിലായതിനാൽ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം. തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഇതിലെല്ലാം തന്നെ വിജയമുണ്ടാകുന്നതാണ്. എന്നാൽ രാത്രിയോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ മാറിമറിയും. വളരെ ശുഭകരമായ നിമിഷങ്ങളാണ് പിന്നീട് അങ്ങോട്ടുണ്ടാവുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പകൽ ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും വായുദോഷ സംബന്ധമായോ അല്ലെങ്കിൽ ജലജന്യമായ അസുഖങ്ങളോ അലർജി സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓർക്കാപ്പുറത്ത് ധനം ലഭിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് സാധിക്കാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, അതുപോലെ യാത്രകളിലൊക്കെ തടസ്സം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളും ഒത്ത് സഹവസിക്കുന്ന കാര്യത്തിലും ചിലപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സായാഹ്നത്തിന് ശേഷം പിതാവിന് നേരിയ തോതിലുള്ള ശാരീരിക ആവശ്യതയോ അല്ലെങ്കിൽ യാത്ര അല്പം കൂടി വൈകും എന്നുള്ള അറിയിപ്പ് കിട്ടുകയോ ഒക്കെ ചെയ്തേക്കാം. എന്തായാലും പൊതുവെ സാമ്പത്തികമായ നേട്ടമുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഒരു പരിധിവരെ ഗുണകരം തന്നെയാണ്. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ ആണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. രാത്രിയോടുകൂടിയാണ് അത് 8ലേക്ക് പോകുന്നത്. 7ൽ സഞ്ചരിക്കുമ്പോൾ എന്തായാലും വളരെ ഗുണം കൊടുക്കുന്നു. അതുകൊണ്ട് പകൽ വളരെയധികം ഗുണകരമാണെന്ന് ഇവർക്ക്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങളുണ്ടാകുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായി ഇന്ന് ഇടപഴകാൻ സാധിക്കുന്നു. സാമ്പത്തിക ഗുണം കിട്ടുന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നല്ല വർത്തമാനങ്ങൾ കേൾക്കുന്നു. പ്രണയത്തിൻ്റെ കാര്യത്തിലും ഇവർക്കിന്ന് അനുമോദനങ്ങളുടെയും അനുഭൂതികളുടെയും ദിവസം തന്നെയാണ്. അതുകൊണ്ട് പൊതുവെ ഗുണകരം. രാത്രിക്ക് ശേഷം ചെറിയ തടസ്സമോ ശാരീരികമായ അവശതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. വായ്പ അനുവദിച്ച് കിട്ടുന്ന ദിവസം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇന്ന് അല്പം ബലമുള്ള ദിവസമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. ശാരീരികമായ ചില ചെറിയ അസ്കിതകളിൽ നിന്നുമൊക്കെ താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നതാണ്. തങ്ങളുമായി ബന്ധപ്പെട്ട്, തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടാത്ത ചിലർ ഇന്ന് ആ ഇഷ്ടമൊക്കെ മാറ്റി, ആ ഇഷ്ടക്കേടൊക്കെ മാറ്റി ഇവരോട് ഇഷ്ടത്തിൻ്റേതായ ഒരു അനുഭൂതി നൽകുന്ന ദിവസമാണ്. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം ശത്രുതാ മനോഭാവങ്ങളൊക്കെ മാറി എല്ലാവരും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരോട് മിത്രഭാവത്തിൽ ഇടപഴകുന്നതാണ്. അത് കൂട്ടു ബിസിനസ്സിൻ്റെ കാര്യത്തിലും മറ്റ് പങ്കാളിത്തമുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഇവർക്ക് വളരെ അനുമോദനവും ആശ്വാസവും ലഭിക്കുന്ന ദിവസമായി മാറുന്നു. മീനം രാശി. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാകുന്ന മീനം രാശിക്കാർക്ക് പകൽ അത്ര അനുകൂലമല്ലെങ്കിലും സായാഹ്നത്തിന് ശേഷം, പ്രത്യേകിച്ചും സന്ധ്യയ്ക്ക് ശേഷം ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ ഗുണവുമെല്ലാം ഉണ്ടാകും. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യത, അതായത് ഈ ദിവസത്തിൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യതയ്ക്ക് അല്പം ആശ്വാസമുണ്ടാകുന്നത് സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും. അതുപോലെ പല പ്രവർത്തനങ്ങളുടെയും മൊത്തത്തിലുള്ള
മനസമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും കണക്ക് ലഭിക്കുന്നതും സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പകലിനേക്കാൾ കൂടുതൽ ആദായകരവും ഗുണകരവും മീനം രാശിക്കാർക്ക് സന്ധ്യയ്ക്ക് ശേഷമാണ്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.